അപ്പം നോക്കിയേ, നമ്മുടെ കൂർക്കയും ബീഫും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലത്തെ കൂർക്ക പറിച്ചിട്ട് തന്നെയാട്ടോ നമ്മളിന്ന് കറി വയ്ക്കണേ. അപ്പോൾ ഈ വിശേഷം കൂടി അറിയണമെങ്കിൽ നമ്മുടെ യൂണിക് ഫാമിലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ പോയി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കറിയൊക്കെ വയ്ക്കാനായിട്ട് പോവാം. അപ്പോൾ എൻ്റെ പേര് സ്മിത. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ, വയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ കൂർക്കയും ബീഫാട്ട വയ്ക്കണേ. അപ്പം അതിനു വേണ്ടി ആദ്യം തീ കത്തിച്ച് ഒരു പാൻ അടുപ്പുമ്പോൾ കയറ്റിയിട്ടുണ്ട്. ഈ പാനുണ്ടല്ലോ നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്കുണ്ടല്ലോ 3 ഇത്രയും വലുപ്പമുള്ള കറുകപ്പട്ട, ഒപ്പം 5 ഗ്രാമ്പു, ഒരു തക്കോലം, 4 മുഴുവൻ മുളക്. ഇതൊന്ന് നമുക്ക് ചൂടാക്കട്ടെ. ഇതൊന്ന് പകുതി ചൂടായിട്ടുണ്ട്. അതിലേക്കുണ്ടല്ലോ കുരുമുളക് ഇട്ട് കൊടുക്കണം. കുരുമുളക് ഇട്ട് ഒന്ന് ചൂടായി വരെ വേണ്ടോ. ഒപ്പം നമ്മൾ അതിലേക്കുണ്ടല്ലോ 2 ടീസ്പൂൺ മല്ലിയാണ്, മുഴുവൻ മല്ലി, അതും ഇട്ട് കൊടുക്കാം. കണ്ട മല്ലി ഇട്ട് മല്ലി ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ട മല്ലിയുടെ ഒരു കളർ മാറി. നമ്മളിതാ പാത്രത്തിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്ത് കൊണ്ടിട്ട്. അപ്പൊ നോക്കിയേ, ഇതേപോലെയാണ് നമ്മൾ പൊടിച്ചെടുത്തോണേ കേട്ടാ. കണ്ട ഇനി ഞാൻ 1.5 കിലോ ബീഫാണ് നമ്മൾ കറി വയ്ക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ബീഫിനെ നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബീഫ് ഉണ്ടല്ലോ നമ്മൾ നന്നായി കഴുകി വെള്ളം വാറ്റിയെടുത്തിട്ടുള്ളതാട്ടെ നമ്മുടെ ബീഫ്. ഇനി നമ്മൾ ഇതിലേക്കുണ്ടല്ലോ വേപ്പില. നമ്മുടെ വീട്ടിലത്തെ വേപ്പില കാരണം ഞാൻ അത്യാവശ്യം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റും കൂടിട്ട വേപ്പില. ഇനി ഇതിലേക്കുണ്ടല്ലോ നമ്മൾ പൊടിച്ചു കൊണ്ടുവന്നതില്ലേ, അതിട്ട് കൊടുക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ സാധാരണ ടീസ്പൂണാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടിയാണ്. അത് ഞാനിതാ ഏതാണ്ട് 1 ടീസ്പൂണ്, പിന്നെ ഒരു അങ്ങനെ 1.5 ടീസ്പൂണ് മുളക് പൊടി അല്ല ഉപ്പും പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഈ മസാലകളൊക്കെയും ഇറച്ചിമ ആവണ രീതിയിൽ നമുക്കൊന്ന് തിരുമ്പി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മസാലയൊക്കെ ഇറച്ചി ആക്കി കഴിഞ്ഞാൽ നമുക്ക് മൂടി വയ്ക്കാം. തീ കത്തിച്ച് നമ്മുടെ കുക്കർ അടുപ്പുമ്മേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളുണ്ടല്ലോ ഫുൾ തീയിൽ 3 വിസിലാണ് ഞാൻ അടുപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അയർ പോയി കഴിഞ്ഞ് നമുക്ക് തുറക്കാം. ഇപ്പം അഥവാ നമ്മുടെ ബീഫ് വെന്തില്ലെങ്കിൽ നമ്മൾ കൂർത്തിയിട്ടിട്ടാണ് നമ്മൾ ബീഫ് വയ്ക്കുന്നത്. ആ കൂർക്കയുടെ ഒപ്പം ഇറച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതല്ല ഇപ്പം നമ്മുടെ ഈ 3 വിസിൽ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടെങ്കിൽ കൂർക്ക വെന്തതിന് ശേഷം ഒപ്പം കറിയിൽ ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വരട്ടെ. 3 വിസിൽ വന്നു. നമ്മളിതാ തീ ഓഫ് ചെയ്തു കേട്ടാ. നമ്മുടെ കുക്കറിലത്തെ എയറൊക്കെ പോയി കഴിയുമ്പോഴേക്കുണ്ടല്ലോ നമുക്ക് ഉരുളി അടുപ്പുമ്മ കയറ്റാം. എന്നിട്ട് അതിലേക്കുള്ള മസാലകളൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടാ. എൻ്റെ അടുപ്പ് ഇത്തിരി തീ കുറവിലാണ് കത്തണത്. അതുകൊണ്ടാണ് ഞാൻ വേഗം കയറ്റണത്. ഇപ്പം അടുപ്പൊക്കെ നല്ല തീയിൽ കത്തണതാണെങ്കിൽ എയറൊക്കെ പോയതിന് ശേഷം മസാലകൾ റെഡിയാക്കി എടുത്താൽ മതിട്ടാ. നമ്മുടെ ഉരുളി ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടാ. ആ സമയം കൊണ്ട് നമ്മുടെ ഇതിലേക്ക് വേണ്ട സാധനങ്ങളുണ്ടല്ലോ 3 മീഡിയം വലിപ്പമുള്ള സവോളയാണ് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ 4 പച്ചമുളക്, ഇത് 2 തുട വെളുത്തുള്ളി തോട് കളഞ്ഞ് ചെറുതാക്കി നമ്മളിങ്ങനെ ചതച്ചെടുത്ത് നോക്കാം കേട്ടാ. അതേപോലെ തന്നെ വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചി അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ്. അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതൊന്നും അരിയണമെന്നില്ല, ചതച്ചാലും മതി കേട്ടാ. ഇനി നമ്മുടെ ഉരുളി ഉണ്ടല്ലോ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് ഇപ്പോൾ ഒരു 10 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മൾ സബോള ഇട്ട് കൊടുക്കണം. ഈ സബോള ഉണ്ടല്ലോ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവണ വരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ സബോള ചെറുതായിട്ട് ബ്രൗൺ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഉണ്ടല്ലോ നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കണേ. ഈ പച്ചമുളകും ഒന്ന് വഴറ്റി വരണം കേട്ടോ. പച്ചമുളകിൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ വേപ്പില ഇടുന്നുണ്ട്. ഒരു 6 കതിര് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പച്ചമുളക് ഒന്ന് നോക്കിയേ ഇതേപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. കണ്ട കളറൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി നമുക്കൊരു വെളുത്തുള്ളി ആയേക്ക് വരുമ്പോൾ ഒരു നല്ലൊരു മണം വരും. അപ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ആവട്ടെ. വെളുത്തുള്ളിലേക്ക് ഇട്ടൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക വേണ്ടോ. അപ്പോഴേക്ക് നമ്മുടെ വെളുത്തുള്ളി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ല മണം വന്നു തുടങ്ങി. അതിലേക്ക് നമ്മളിതാ ഇഞ്ചി ഇട്ട് കൊടുക്കും. ഇഞ്ചിയും കൂടി ചെല്ലുമ്പോൾ വേറൊരു പ്രത്യേക മണം വേറെ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇഞ്ചിയൊക്കെ ഇട്ട് നല്ലൊരു മണമൊക്കെ നമുക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ ഞാൻ ഇതാ തീ കുറച്ച് വെക്കുന്നുണ്ട്. നമ്മൾ പൊടികളാണല്ലോ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതാ 1 2 3 ടീസ്പൂൺ മുളക് പൊടി, 1 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് ചെറിയ ടീസ്പൂണാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഗരം മസാല 1.5 ടീസ്പൂൺ. നമുക്കിതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതായത് ഇതിൻ്റെ ഒരു പച്ച മണമുണ്ട്, അതൊന്ന് പോണ വരെ. പൊടികളൊക്കെ ഇടുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് തീ കുറച്ച് തന്നെ വെച്ചോളൂ എന്ന്. അപ്പോൾ നമ്മൾ തീ കുറവിൽ തന്നെയാണ് പൊടികളൊക്കെ ഇപ്പോഴും ആക്കിയെടുക്കണേ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പൊടികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലുണ്ടല്ലോ ഇതാ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ തീ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒപ്പുണ്ടല്ലോ നമ്മുടെ ഇതാ കുക്കറിലത്തെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് ഇറച്ചി വെന്തോ നോക്കാം. ഇപ്പം ഞാൻ ഇതാ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതതിൻ്റെ ഇറച്ചി വെന്തിട്ടുണ്ട് കണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇറച്ചിയുടെ കൂടെ കൂർക്ക ഇടണില്ല. ആദ്യം കൂർക്ക നമ്മൾ ഈ ഉരുളിയിലിട്ട് വേവിച്ച് 3/4 ഭാഗം ആകുമ്പോഴാണ്, അതായത് കൂർക്കയുടെ വേവ് നമ്മൾ ഈ ബീഫ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കൂർക്ക വേവാനുള്ള വെള്ളം. അപ്പോൾ കൂർക്കയുടെ വേവൊക്കെ ചില കൂർക്കകൾ പെട്ടെന്ന് വേവും. നമ്മുടെ കൂർക്കയാണ് പെട്ടെന്ന് വേവാറുണ്ട്. എങ്കിലും ഞാനൊരു 3 ഗ്ലാസോളം വെള്ളമാണ് ഒഴിച്ച് കൊടുത്ത് നോക്കണേ. അതിലേക്ക് ഇതാ കൂർക്കി കൊടുക്കണം. ഇനി ഈ കൂർക്ക ഇതിൽ കിടന്ന് വേവട്ടെ കേട്ടാ. നമ്മളിപ്പോൾ ഉപ്പൊന്നും ഇടണില്ല. കാരണം നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ഇട്ടിട്ടാണ് വെച്ച് നോക്കണേ. അപ്പോൾ ലാസ്റ്റാണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പോഴാണ് ഇനി ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ട്, ഒന്ന് മൂടി വയ്ക്കാം. ഇതുകൊണ്ട് ഇന്ന് വേവട്ടെ. കൂർക്കുണ്ടല്ലോ നന്നായി തിളക്കിയല്ലോ. അപ്പം നമുക്കൊന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ, വേവണ വരെ. നമ്മുടെ കൂർക്കിട്ട് തിളച്ചിട്ടുണ്ട് കണ്ട. നോക്കിയേ, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ തീ കുറച്ചിട്ടാണ് മൂടി വയ്ക്കണേ. കൂട്ട് വേവണ വരെ നമ്മളിനി തീ കൂട്ടരുത് കേട്ടോ. നമുക്ക് കൂട്ട് എന്തായാലും ഒരുവിധം വെന്തിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കൂർക്ക
ഏതായാലും മുക്കാ ഭാഗത്തോളം വെന്തിട്ടുണ്ട്. നമുക്ക് കാട്ടി തരാട്ടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഒരു കൂർക്കനെ എടുത്തിട്ട് നമ്മളിത് ഈ കയ്യിലുകൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തി നോക്കുക. അപ്പൊ കണ്ടിങ്ങനെ സുഖമായിട്ട് ഇങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അതായത് ഇത് മുക്കാ ഭാഗം വെന്തു എന്നാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മുടെ ബീഫിന് ഇട്ട് കൊടുക്കാട്ടാ. ബീഫിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, പക്ഷെ ഇതെല്ലാം കൂടി നന്നായി തിളച്ച് വരുന്നോട് കൂടി നമ്മുടെ കൂർക്കയുടെ വേവ് റെഡി ആയുള്ളൂ. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് പോവുകയാണെങ്കിൽ കൂർക്ക നന്നായി വെന്തതിന് ശേഷം നമ്മൾ ബീഫ് ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൂർക്ക എന്ന് പറയുന്ന മുക്കാ ഭാഗമാണ് വെന്തോക്കണേ. അതേപോലെ ബീഫ് അതിൽ നന്നായി വെന്തിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് രണ്ടും ഇട്ട് നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് നന്നായി തിളപ്പിച്ച് രണ്ടും ഓരോ പോലെ വേവാക്കി എടുക്കാനും പറ്റും. തീ കൂട്ടി വെച്ചിട്ട് മൂടി വെക്കുന്നുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നല്ല പാകമായി വന്നിട്ടുണ്ട്. നമ്മുടെ കൂർക്കൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ കാട്ടിത്തരാം. കണ്ടാ, കൂർക്ക നമ്മൾ അമർത്തുമ്പോൾ കൈ കൊണ്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മുടെ കൂർക്ക വെന്തിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, നമ്മുടെ കൂർക്കയും ബീഫും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 1.5 കിലോ ബീഫിലേക്ക് നമ്മൾ 1 കിലോ കൂർക്കയാട്ടാ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ടേസ്റ്റ് ചെയ്യാൻ ഞാൻ ചേട്ടനെ വിളിക്കട്ടെ. കാണുമ്പോ തന്നെ വായിൽ വെള്ളം വന്നു തുടങ്ങി. ഞാൻ വെള്ളം ഇറക്കാം. ഇതിന് പറയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ കുറെ വിഭവങ്ങൾ ഈ കോർക്കൊണ്ടുള്ളതുണ്ട്. അതായത് കുറെ നാളുകൾക്ക് മുമ്പാണ് ഓരോരുത്തർ പറഞ്ഞിരുന്നു ബീഫും കോർക്കിയും വയ്ക്ക്, പോർക്കും കോർക്കിയും വയ്ക്കുക. അപ്പൊ നമ്മുടെ വീട്ടിൽ കോർക്കി ആയിട്ട് ഇത് ചെയ്യാന്ന് വെച്ചിട്ട് ഇരുന്നിരുന്നേ. അപ്പൊ നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്